നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു ക്ലോക്കിൽ 1 മണി 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിക്ക് 2 പ്രാവശ്യം മണിയടിക്കും, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരും എങ്കിൽ ഒരു ദിവസം എത്ര തവണ മണിയടിക്കും? വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താ വെച്ചിരിക്കുന്നത്, ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിൽ എന്താണ് 1 മണിക്ക് 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിയാകുമ്പം 2 വട്ടം മണിയടിക്കും, 3 മണിയാകുമ്പം 3 തവണ മണിയടിക്കും, 4 മണിയാകുമ്പം 4 തവണ മണിയടിക്കും, 5 മണിയാകുമ്പം 5 തവണ മണിയടിക്കും, അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര തവണ മണിയടിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന സീക്വൻസ് എങ്ങനെയാണ് ഒന്ന് എഴുതി നോക്കി. 1 മണിക്ക് 1 തവണ അല്ലേ, 1 മണിക്ക് 1 തവണ, 1 മണിക്ക് 1 തവണ, 2 മണിക്ക് 2 തവണ, 3 മണിക്ക് 3 തവണ, 4 മണിക്ക് 4 തവണ, 5 മണിക്ക് 5 തവണ എന്നിങ്ങനെ പോയി. എത്ര മണി വരെ ഉണ്ട് ഒരു ദിവസം? 12 മണി വരെ ഉണ്ട് അല്ലേ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1 ഡേ ഈക്വൽ ടു എത്രയാണ്? 24 മണിക്കൂറാണ് അല്ലെങ്കിൽ 24 ഹവറാണ്. നമ്മൾ ആദ്യം 12 വരെ കണ്ടുപിടിക്കുക. നമുക്കറിയാം 1 മുതൽ 12 വരെയുള്ള നമ്പറിന്റെ സം എത്രയാണ്? നമുക്കറിയാം 1 മുതൽ എന്താണ് n വരെയുള്ള സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ആണ്. പിന്നെ 12 പ്ലസ് 1/2 ചെയ്ത് നോക്കുമ്പോൾ 2ഉം 12ഉം കട്ടായി പോവും. 6 ഗുണം 12 1 13 അല്ലേ. 6 ഗുണം 13 വെച്ചാൽ 5 60, 6 18. അപ്പോൾ നമുക്ക് 78 കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 12 മണിക്കൂറിലുള്ള മണിയടിയാണ് 78. നമുക്കറിയാം ഒരു ദിവസം വെച്ചാൽ എത്രയാണ്? 24 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ 78നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പം 24 മണിക്കൂറിൽ എത്ര മണി അടിക്കും? 24 മണിക്കൂറിൽ 78 ഗുണം 2 എത്ര കിട്ടും? 156 ബെല്ലാണ് മൊത്തത്തിൽ അടിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു ദിവസം 1 മണിക്ക് 1 പ്രാവശ്യം അടിക്കുന്ന ക്ലോക്ക്, 2 മണിക്ക് 2 പ്രാവശ്യം അടിക്കുന്ന ക്ലോക്ക്, 3 മണിക്ക് 3 വട്ടം അടിക്കുന്ന ക്ലോക്ക് എന്നിങ്ങനെ പോയാൽ ഒരു ദിവസം ക്ലോക്ക് 156 പ്രാവശ്യം ബെല്ലടിക്കും. അപ്പം 156 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ട. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 10⁻2019 + 1 ദി ഹോൾ സ്ക്വയർ എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്ര? എന്താണ് 10⁻2019 + 1 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്ര? ഇത് നോക്കിയിട്ട് വേണം പോകാൻ. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറുള്ളതാണ്. ഇത് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. എങ്ങനെ വെച്ചാൽ ഇപ്പം നമ്മുടെ ചോദ്യം ഇതായിരുന്നു അല്ലേ. 10⁻2019 + 1 ദി ഹോൾ സ്ക്വയറിലെ അക്കങ്ങളുടെ തുക അല്ലേ. അക്കങ്ങളുടെ തുക നമുക്ക് വേണം. ഓക്കെ, അക്കങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം സിമ്പിളായിട്ട് നോക്കി. 10⁻1 + 1 ദി ഹോൾ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 10⁻1 + 1 ദി ഹോൾ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ് നോക്കിയേ. 10 സ്ക്വയർ എന്ന് വെച്ചാൽ 10 ആണ്. 10 സ്ക്വയർ എന്ന് വെച്ചാൽ 10 ആണ്. +1 കൂട്ടിയാൽ എത്ര കിട്ടും? 11ന്റെ സ്ക്വയർ കിട്ടും അല്ലേ. 10 സ്ക്വയർ എന്ന് വെച്ചാൽ 10 ആണ്. +1 എന്ന് വെച്ചാൽ 11. ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്കറിയാം 121 ആണ് അല്ലേ. ഇതിന്റെ അക്കങ്ങളുടെ തുക എത്ര? 2ഉം 1ഉം 3ഉം 1ഉം 4. അടുത്തൊരു വേറെ എക്സാമ്പിൾ എടുത്തേ. 10⁻2 + 1 ദി ഹോൾ സ്ക്വയർ എത്രയാണ് നോക്കി. 10⁻2 എന്ന് വെച്ചാൽ നമുക്കറിയാം 100 ആണെന്നറിയാം അല്ലേ. +1 എന്ന് വെച്ചാൽ 101ന്റെ സ്ക്വയർ. 101ന്റെ സ്ക്വയർ എടുത്ത് നോക്കി, നമുക്ക് കിട്ടും 101 ഗുണം 101. ഓരോന്നൊന്ന് 1 0 0, ഓരോന്നൊന്ന് 0 0 0, ഓരോന്നൊന്ന് 1 0 0, ഓരോന്നൊന്ന്. നമുക്ക് ആൻസർ കിട്ടും 1 0 2 0 1. ഇതിന്റെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1 0 2 0 1ന്റെ അക്കങ്ങളുടെ തുക 2ഉം 1ഉം 3ഉം 1ഉം 4. കണ്ടോ? അതായത് 10ന്റെ ഇതേ രീതിയിൽ 10ന്റെ ഏത് സംഖ്യ കൃത്യമായിട്ട് വന്നാലും അല്ലെങ്കിൽ ഏത് സംഖ്യ എക്സ്പോണൻസ് ആയിട്ട് വന്നാലും അതിന്റെ തുകയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. 0 മാത്രമേ ആഡായി വരുന്നുള്ളൂ. തുകയിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പം 10⁻2019 + 1 ദി ഹോൾ സ്ക്വയറിന്റെ അക്കങ്ങളുടെ തുക എത്രയായിരിക്കും? 1 + 2 +
1 തന്നെയായിരിക്കും. നമുക്ക് എത്ര കിട്ടും? 4 തന്നെ കിട്ടും. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ഓർത്തിരിക്കണം. 10 റൈസ് ടു എനി നമ്പർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ചെയ്താൽ അതിൻ്റെ അക്കങ്ങളുടെ തുക എപ്പോഴും ഏത് നമ്പർ ഇട്ടാലും അക്കങ്ങളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 4 ആയിരിക്കും കേട്ടോ. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കും വലിയൊരു സംഖ്യയാണ്, ഇതിന് അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന്. എന്ത് വലിയ സംഖ്യ ചോദിച്ചാലും ആദ്യം ചെറുതിലേക്ക് വന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം വലുതിലേക്ക് പോവുക. നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. ഒരു 2 ചെയ്യുമ്പോഴും തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. 10 റൈസ് ടു 2019 പ്ലസ് 1 ദി ഹോൾ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? അക്കങ്ങളുടെ തുക വരേണ്ടത് 4 വരേണ്ടത്. ആകെയുള്ള സംഖ്യകളുടെ തുക കിട്ടേണ്ടത് 4. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനേക്ക് ഒരു ത്രികോണത്തിന്റെ 4 ഉത്തരം വേണം. ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ √2, √6, √8 ആകുന്നു. അതിന്റെ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എത്ര? നമുക്കറിയാം. ത്രികോണത്തിന്റെ വശങ്ങൾ √2, √6, √8 എന്നിങ്ങനെയാണെങ്കിൽ അവയെ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആക്കണം. എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? ഇവിടെ നോക്കി, ഇവയിൽ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാ? √2 അല്ലേ? നമുക്കറിയാം ഒരു ത്രികോണം നമുക്കുണ്ട്. ആ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം തന്നിരിക്കുകയാണ്. ഒരെണ്ണത്തിന്റെ √2 ആണ്, രണ്ടാമത്തേത് √6 ആണ്, മൂന്നാമത്തേത് √8 ആണ്. ഇതിൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നോക്കി, ഇതിനെല്ലാം നമ്മൾ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആയ √2 കൊണ്ട് ഹരിക്കാൻ പോവാണ്. √2 കൊണ്ട് ഹരിച്ചു നോക്കി. ഓക്കെ, ഇത് √2, √6, √8 അല്ലേ? നമ്മൾ എല്ലാ വാല്യൂവിനെയും √2 കൊണ്ട് ഹരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെ വരും? √2/√2, രണ്ടാമത് വരുമ്പം √6/√2, മൂന്നാമത് വരുമ്പോൾ √8/√2 അല്ലേ? അപ്പൊ നോക്കി, √2/√2 എത്ര കിട്ടും? √2-നകത്ത് √2 ഒരു വട്ടം, 1:2. √6-നകത്ത് √2 എത്ര വട്ടം ഉണ്ട്? നമുക്കറിയാം. ഇത് √6 √2 വെച്ച പോലെ ഇവിടെ 3 വരും. അപ്പൊ എത്ര കിട്ടും? √3 കിട്ടും. ഈസ്റ്റു അടുത്ത എന്താണ്? √8/√2 അല്ലെ? √8/√2 ചെയ്താൽ നമുക്ക് 2 കിട്ടും. കാരണം എന്താണ്? √8-നെ നമുക്ക് വേണമെങ്കിൽ 4 × 4 എന്ന് എഴുതാം. 4-ന്റെ വാല്യൂ 2 ആണ്. അപ്പൊ √2/√2 നമുക്ക് എഴുതിയാൽ 2 തന്നെ കിട്ടും. അപ്പൊ നോക്കിയാൽ 1:√3:2 ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 1:√3:2 എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സംഖ്യയുടെ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് 1:√3:2 എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളൊരു കോൺസ്റ്റന്റ് വാല്യൂ പഠിച്ചിരുന്നു നമ്മുടെ പൈതഗോറസ് തിയറത്തിനകത്ത്. 30:60:90 വന്നാൽ അതിന്റെ റേഷ്യോയുടെ വാല്യൂ എത്രയായിരിക്കും? നമുക്കറിയാം 1:√3:2 ആയിരിക്കും. അതേപോലെ തന്നെ 45:90 വന്നാൽ എത്രയാണ് റേഷ്യോ വരേണ്ടത്? എത്രയാണ് വരേണ്ടത്? ഓർമ്മയില്ലേ പഠിപ്പിച്ചത്? 1:2 ഓർമ്മയില്ലേ? 1:2 എന്ന് പറഞ്ഞ വാല്യൂ 30:60:90 എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ എന്ത് വന്നാൽ, ത്രികോണം വന്നാൽ 1:√3:2 ആണ്. ഇവിടെ അതല്ലേ വന്നത് കണ്ടോ? 1:√3:2 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ചെറിയ കോണളവ് എത്രയാ? 30 ഉണ്ടോ? 1-ന് നേരെയുള്ള 30 ആണ് ഏറ്റവും ചെറിയ കോണളവ്. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ ഏറ്റവും ചെറിയ കോണളവ് എത്രയാണ്? √2-ന്റെ അവിടെ കിടക്കുന്ന 1 ആയിട്ട് വരുന്ന 30 ആണ് ഇവിടെ ഏറ്റവും ചെറിയ കോണളവ്. ഈ രണ്ട് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കേട്ടോ. 45:45:90 ആയിട്ടുള്ള ഐസോസിസ് ട്രയാങ്കിളിനും അതേപോലെ തന്നെ 30:62 ആയിട്ടുള്ള നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയും കോണളവാണ് ഇവിടെ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് വാല്യൂ. ഇത് നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. 45:45:90 ആണെങ്കിൽ 1:1:2 30:60:90 ആണെങ്കിൽ 1:√3:2 ആണെന്നും ഓർത്തിരിക്കണം കേട്ടോ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്നതാണേലും ചോദിക്കും കേട്ടോ. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വലിയ കണക്കുകളൊന്നും ഇവിടെ ചോദിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ എന്താ ചോദിക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ എത്രയുണ്ട്? √2 ഉണ്ട്, √6 ഉണ്ട്, √8 ഉണ്ട്. അന്നിങ്ങനെ നോക്കിയാൽ അതിൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ സംഖ്യനെയും ഏറ്റവും ചെറിയ വാല്യൂ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് കിട്ടി 1:√3:2 എന്ന് പറഞ്ഞ വാല്യൂലേക്ക് നമ്മളെത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായി 1:√3:2 എന്ന് പറഞ്ഞാൽ 30:60:90യുടെ അംശബന്ധമാണെന്ന് നമുക്കറിയാം അല്ലേ? എന്ന് വരുന്ന ട്രയാങ്കിളിന്റെ അംശബന്ധമാണെന്ന് അറിയാം. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാണ്? 30. അപ്പോൾ 1-ന് നേരെയുള്ള ആംഗിൾ എത്രയാണ്? 30. ഇവിടെ ആൻസർ വരേണ്ടത് 30. അടുത്ത ക്വസ്റ്റ്യൻ, n+1 ദി ഹോൾ സ്ക്വയർ
മൈനസ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 15 ആയാൽ എന്നിൻ്റെ വാല്യൂ എത്ര? എന്താണ് വെച്ചിരിക്കുന്നത്? എൻ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 15 ആയാൽ എന്നിൻ്റെ വാല്യൂ എത്ര? ടെസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 15 ആയാൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് വിളിക്കണം? നമുക്കറിയാം എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എത്രയാണ് അല്ലേ? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എടുക്കുന്നത് അല്ലേ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തേ എന്നാ വരും? എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? എൻ ഇൻറ്റു ബിയുടെ വാല്യൂ 1 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു എൻ ഇല്ലേ? ഇതിനെ ചെയ്യുമ്പം എൻ ഇൻറ്റു എൻ എന്ന് വെച്ചാൽ എൻ സ്ക്വയർ ആണ്. ഇനിയും എൻ ഇൻറ്റു എത്രയാണ്? 1 ഇല്ലേ? അപ്പോൾ എന്നാ വരും? മൈനസ് എൻ, കാരണം ഈ എന്നിന് മൈനസ് ഉണ്ട്. സോ മൈനസ് എൻ ഇൻറ്റു 1 വെച്ചാൽ മൈനസ് എൻ വരും. അടുത്തെന്താണ്? എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ മൈനസ് എൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 15 ആണ് അല്ലേ? ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇനി നോക്കി, ഇവിടെ നമുക്ക് മനസ്സിലാവും എന്താണ്? എൻ സ്ക്വയറിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. എൻ സ്ക്വയർ ഇവിടെ, എൻ സ്ക്വയർ ഇവിടെ. അപ്പം നോക്കി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻ സ്ക്വയറും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എൻ സ്ക്വയറും അത് വെട്ടിപ്പോയി. പിന്നെ എന്നുള്ളത് ഒരു 2n ഉണ്ട്, ഒരു n ഉണ്ട്. അപ്പം നോക്കി, 2n നിന്നും ഒരെൻ കുറച്ചാൽ വാല്യൂ എത്രയാണ് വരേണ്ടത്? നമുക്കറിയാം 2n നിന്ന് ഒരെണ്ണം കുറച്ചാൽ 2 മുട്ടായി എൻ്റെ ഉണ്ട്, അതിനൊരു മിഠായി കുറച്ചാൽ എൻ്റെ ഒരു മുട്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെ 2n നിന്നും ഒരെൻ കുറച്ചാൽ എത്രയാണ്? n പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലേ? ഈസ് ഈക്വൽ ടു 15. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര വരും? n ഈസ് ഈക്വൽ ടു 15 നിന്നും ഈ 1 ഈക്വൽ സൈൻ അപ്പുറം എന്നായിട്ട് മാറും? -1 ആയിട്ട് മാറും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 15 - 1 ഈസ് ഈക്വൽ ടു 14. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കിട്ടി 14. മനസ്സിലായോ? എന്നിൻ്റെ വാല്യൂ 14. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്നിൻ്റെ വാല്യൂ 14 ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ 15 ആയിരിക്കും ഉത്തരം കിട്ടാൻ പോകുന്നത്. വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ നോക്കി, 14 + 1 ദി ഹോൾ സ്ക്വയർ മൈനസ് 14 ഇൻറ്റു 14 + 1 ഈസ് ഈക്വൽ ടു 15 വരും. നോക്കിയാൽ മതി. നോക്കി, 14 1 എത്രയാണ്? 15. 15ന്റെ സ്ക്വയർ എടുത്തേ, 15ന്റെ സ്ക്വയർ മൈനസ് 14 ഇൻറ്റു 15. നോക്കി, 15 സ്ക്വയർ എത്ര നമുക്കറിയാം അല്ലേ? നമ്മൾ കാണാൻ പഠിച്ചതാണ്. 15 സ്ക്വയർ എന്ന് വെച്ചാൽ 625 അല്ലേ? 15 സ്ക്വയർ എന്ന് വെച്ചാൽ 225. യെസ്, 225 മൈനസ് 14 ഇൻറ്റു 15 അല്ലേ? 14 ഇൻറ്റു 15 എത്രയാണ്? ഓക്കെ, 14 ഇൻറ്റു 15 നമുക്ക് കിട്ടണം 4 20 0 ഇഷ്ടം 2, 1 5 2 7, 1 4 4, 1 1, 1 4 20, 1 1 നമുക്ക് കിട്ടും 0, 7 3 10 2 12 ഇഷ്ടം 1, 1 1 2 210 നമുക്ക് കിട്ടും. ഓക്കെ, 210 നമുക്ക് കിട്ടും. അപ്പോൾ 225 210 കുറച്ച് നോക്കി എത്രയാണ്? 14. 225 നിന്നും 210, 14 1 15, 14 × 15 210 ശരിയല്ലേ? 225 225 നിന്നും 225 മൈനസ് 210 ചെയ്താൽ 15 ഉത്തരം വേണ്ടത് അല്ലേ? യെസ്, 15 നമുക്ക് കിട്ടിയുണ്ടോ? നമുക്ക് ഉത്തരം വാല്യൂ എത്രയാണ്? 15. അപ്പം നമുക്ക് മനസ്സിലായി എന്നിൻ്റെ വാല്യൂ എത്രയാണ് വരേണ്ടത്? 15 വരേണ്ടത്. അപ്പം എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുക. നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് പൊടുന്നതിന് എത്താൻ പറ്റും കേട്ടോ. ഇവിടെ എന്താ നമ്മൾ ഇത് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഇതാണ് n + 1 ദി ഹോൾ സ്ക്വയർ മൈനസ് n ഇൻറ്റു n + 1 ഈസ് ഈക്വൽ ടു 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് പിടിക്കണം. നമുക്കറിയാം ഇത് ചെയ്യാൻ നോക്കി, a + b ദി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനിലാണ്. അപ്പോൾ a + b ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയാൽ n സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2n പ്ലസ് 1ന്റെ സ്ക്വയർ 1 ആണ് മൈനസ് n ഇൻറ്റു n എന്ന് വെച്ചാൽ n സ്ക്വയർ. ഇനി -n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ
-n = 15. ഇനി നമുക്ക് നോക്കി ഒരു പോസിറ്റീവ് n സ്ക്വയർ ഒരു നെഗറ്റീവ് n സ്ക്വയർ വെട്ടിപ്പോയി. പിന്നെ ഉള്ളത് ഒരു 2n ൽ നിന്നും ഒരു n കുറയ്ക്കണം. 2n ൽ നിന്നും ഒരു n കുറച്ചാൽ എത്ര കിട്ടും? n കിട്ടും. +1 = 15 ആണ്. സോ എന്നിൻ്റെ വില എത്രയാണ്? എന്നിൻ്റെ വില 15. ഈ 1 ഈക്വൽസിന് അപ്പുറമാകുമ്പം എത്ര കിട്ടും? -1 ആവും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 15 എന്ന് പറഞ്ഞാൽ 14. ഈ 14 എന്നിൻ്റെ സ്ഥാനത്ത് ഇട്ട് നോക്കിയ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 14 + 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 15 സ്ക്വയർ ആണ്. -14 ബ്രാക്കറ്റിനകത്ത് 14 + 1 14 × 15. 15 സ്ക്വയർ എന്ന് വെച്ചാൽ 225. 14 × 15 വെച്ചാൽ 210. 225 210 കുറച്ചാൽ 15 നമുക്ക് ഉത്തരം കിട്ടും. അപ്പം നമുക്ക് ആൻസർ ശരിയായി. n² + 1 ഹോൾ സ്ക്വയർ -n × n + 1 = 15. അകത്ത് 14 ആണ് എന്നിൻ്റെ വാല്യൂ. അപ്പം നമുക്ക് ആൻസർ കിട്ടും എത്ര? 15 എന്ന് പറഞ്ഞാൽ ഉത്തരത്തിലേക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, വശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സൈഡാണ്. ആ സൈഡിൻ്റെ എണ്ണവും അതുപോലെ തന്നെ വികരണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽസിൻ്റെ എണ്ണവും തുല്യമായിട്ടുള്ള ബഹുഭുജത്തിൻ്റെ പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇതാണ് ആ സംഭവം. നോക്കി, ഡയഗണൽസ് ഓഫ് എ പോളിഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രയാങ്കിൾ ആണെങ്കിൽ, ത്രികോണമാണെങ്കിൽ അതിന് 3 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ എത്ര ആംഗിൾ ഉണ്ട്? ആംഗിൾസ് വല്ലതും ഉണ്ടോ? നമുക്ക് ഡയഗണൽ വല്ലതും ഉണ്ടോ? ഡയഗണൽ ഒന്നും തന്നെ ഇല്ല. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ് ഡയഗണൽ. ഇനി ക്വാഡ്രിലാറ്ററൽ നമ്മുടെ റെക്ടാങ്കിളോ സ്ക്വയറോ ഒക്കെ ആണെങ്കിൽ അതിന് 4 വശങ്ങളുണ്ട്. 4 വശത്തിന് എത്ര ഡയഗണൽ കിട്ടും? നോക്കി, 1 2 ഡയഗണൽ നമുക്ക് കിട്ടും. ഇനി പെൻറ്റഗൺ ആണെങ്കിൽ ഓർത്തിരിക്കണം, 5 വശങ്ങളുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ പഞ്ചഭുജം ആണെങ്കിൽ അതിന് 5 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ 5 ആംഗിൾസ് ഉണ്ടാകത്തൊരു നമ്മുടെ സ്റ്റാർ മോഡൽ കിട്ടും. ഈ പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജത്തിന് മാത്രമേ ഈ ഒരു കഴിവുള്ളൂ, അതായത് വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമാക്കാനുള്ള കഴിവ്. ഇനി ഹെക്സഗൺ ആണെങ്കിൽ അതിന് എത്ര എണ്ണം ഉണ്ട്? നമ്മുടെ 6 വശങ്ങളും 9 ഡയഗണലും ഉണ്ട്. ഹെപ്റ്റഗൺ ആണെങ്കിൽ 14 ഡയഗണലുണ്ട്. ഒക്ടഗൺ ആണെങ്കിൽ 20 ഡയഗണലുണ്ട്. നണ്ണഗൺ ആണെങ്കിൽ എത്രയാണ്? 27 ഡയഗണലുണ്ട്. ഡെക്കഗൺ ആണെങ്കിൽ 35 ഡയഗണലുണ്ട്. നമുക്കറിയാം ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പേഴ്സ് ഓഫ് ദ ഡയഗണൽസ് എന്താണ്? നമ്മുടെ പോളിഗൺ അല്ലേ. നമുക്ക് കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ട്, എന്താണ്? n × n - 3/2 അതിട്ടാണെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. അതായത് നമ്മുടെ n വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ വികരണങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് n × n - 3/2. ഇവിടെ നമുക്ക് എന്താണ്? നമ്മുടെ പഞ്ചഭുജമാണെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. 5 × 5 - 3/2 നമുക്ക് ചെയ്താൽ 5 തന്നെ നമുക്ക് കിട്ടും. 5 × 5 - 3/2 ചെയ്താൽ എത്ര വരും? 5 × 5 ൽ 3 പോയാൽ 2/2 അല്ലേ. 2 2 വെട്ടിപ്പോയാൽ നമുക്ക് എത്ര കിട്ടും? 5 തന്നെ കിട്ടും. അപ്പം നമ്മുടെ പഞ്ചഭുജമാണ്. ഓക്കെ, പഞ്ചഭുജമാണ് എന്തുള്ളത്? നമ്മുടെ വശങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ വികരണങ്ങളുടെ എണ്ണവും തുല്യമായിട്ടുള്ള ബഹുഭുജം കേട്ടോ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. കാരണം പെൻറ്റഗൺ ആണെങ്കിൽ അതിന് 5 സൈഡുകളില്ലേ, 1 2 3 4 5 വശങ്ങളായി. ഇനി ഡയഗണൽ എന്ന് വെച്ചാൽ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് ബന്ധിപ്പിക്കണം. അപ്പോൾ നോക്കി, ഇവിടെ ഒരെണ്ണം 1 2 ഇങ്ങനെ വരുമ്പോൾ 3 ഇങ്ങനെ വരുമ്പോൾ 4 യെസ് ഇങ്ങനെ വരുമ്പം 5 കണ്ടോ. 5 ഡയഗണലും അതുപോലെ തന്നെ 5 സൈഡുമാണ് നമ്മുടെ പെൻറ്റഗൺ ഉള്ളത്. സോ സൈഡ് = എത്ര സൈഡ് ഉണ്ട്? 5. ഡയഗണൽ = 5. അപ്പോൾ രണ്ടും 5 വെച്ചുള്ള ഒരേ ഒരു പഞ്ചഭുജമാണ്, ഒരേ ഒരു ചതുർഭുജമാണ് നമ്മുടെ ബഹുഭുജത്തിനകത്തുള്ളതാണ് നമ്മുടെ പഞ്ചഭുജം. മറന്നു പോകല് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3/99ന്റെ 3 മടങ്ങ് എത്രയാണ്? 3/99ന്റെ 3 മടങ്ങ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പം തന്നെ നമുക്കറിയാലോ. 3/99ന്റെ 3 മടങ്ങ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കി, പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? a⁻m × a⁻n എന്നാണ്? a⁻m+n ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, a⁻m × a⁻n എന്ന് വെച്ചാൽ a⁻m+n ആണ്. അപ്പോൾ 3/99ന്റെ 3 മടങ്ങ് വെച്ചാൽ എന്താണ്?
3 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 3/99 3 മടങ്ങ് വെച്ചു. അപ്പം ഏത് നമ്പറിൻ്റെ ഇപ്പം 6ന്റെ 3 മടങ്ങിയാൽ 6 ഗുണം 3, 10ന്റെ 3 മടങ്ങിച്ചാൽ 10 ഗുണം 3 എന്ന് പറഞ്ഞ പോലെ തന്നെ 3/99 3 മടങ്ങ് വെച്ച് തന്നെ എടുക്കണം. 3/99 3 വട്ടം ഗുണിക്കണം. അപ്പോൾ 3/99 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 3/1 എന്നാണ് അർത്ഥം. അപ്പോൾ നോക്കി a/m ഇൻറ്റു a/n എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? a/m + n. അപ്പോൾ നോക്കി 3/99 + 1 എത്രയാണ്? 3/100. അപ്പോൾ ഓർത്തിരിക്കണം 3/99 3 മടങ്ങ് എത്രയാണ്? 3/100. മനസ്സിലായോ? എന്ത് എളുപ്പം കിട്ടുന്നത് ഓർത്തിരിക്കണം. നമ്മുടെ എക്സ്പോണൻസിന്റെ എന്താണ് ഇക്വേഷൻ ഒന്നാണ് a/m ഇൻറ്റു a/n = a/m + n എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് വന്നാണ്. എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്. 3/99 3 മടങ്ങ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ 6ന്റെ 3 മടങ്ങ് നമ്മൾ തന്നെ എടുക്കും. 6 ഗുണം 3 ചെയ്യും. 10ന്റെ 3 മടങ്ങാണെങ്കിൽ 10 ഗുണം 3 ചെയ്യും. 100ന്റെ 3 മടങ്ങാണെങ്കിൽ 100 ഗുണം 3 ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ 3/99 3/99 3 മടങ്ങ് വെച്ച് തന്നെ എടുക്കണം. 3/99 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ എഴുതി നോക്കിയാൽ ഇനി നമ്പർ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയല്ലേ, മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ 3ന് മുകളിൽ ഒരു പവർ 1 കൊടുക്കാം. 3/1 എന്ന് വെച്ചാൽ 3 തന്നെയാണ്. അപ്പോൾ ഏത് ഫോർമാറ്റിലേക്ക് മാറ്റി? a/m ഇൻറ്റു a/n ഇല്ലേ. ബേസ് വാല്യൂ 2 സെയിം ആണ്. പിന്നെ എക്സ്പോണൻസിന്റെ വാല്യൂ മാത്രമേ എമ്മും എന്നും വ്യത്യാസമുള്ളൂ. ഒരെണ്ണം 99, ഒരെണ്ണം 1. അപ്പോൾ a/m ഇൻറ്റു a/n നമുക്കറിയാം a/m + n ആണ്. സോ 3/99 + 3/1 എന്ന് വെച്ചതാണ് 3/99 + 1. അപ്പോൾ 3/99 + 1 എന്ന് വെച്ചതാണ് 3/100. അപ്പം 3/99 3 മടങ്ങ് എത്രയാണ്? നമ്മുടെ 3/100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ 2 വശങ്ങൾ 4 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് എത്ര? അല്ലേ, എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമുണ്ട്. അതിന്റെ 2 വശങ്ങളുടെ നീളം 4 സെന്റിമീറ്ററും അതുപോലെ തന്നെ 8 സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം എത്രയെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഒരു ചുറ്റളവ് എത്ര കണ്ടുപിടിക്കണം. സിമ്പിളായിട്ട് ചോദിക്കി എന്താണ് സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ. 2 വശങ്ങൾ തുല്യമായിരിക്കണം, 2 ആംഗിൾസ് തുല്യമായിരിക്കണം. ഓക്കെ, ഇതാണ് ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സമപാർശ്വ ത്രികോണമെന്ന് വെക്കുക. യെസ്, ഇതൊരു സമപാർശ്വ ത്രികോണം വെക്കുക. ഈ 2 സൈഡ് തുല്യവും നടുക്ക് ബേസ് വരുന്ന ലെന്ത് വ്യത്യസ്തമാണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ 2 വശങ്ങൾ 4 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ 4 സെന്റിമീറ്റർ ആണെന്ന് വെച്ചാൽ ഓക്കെ ഇവിടെ എത്ര ആയിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുവാണ് ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടെങ്കിൽ അതിന്റെ 2 വശങ്ങൾ നമുക്കറിയാം തുല്യമായിരിക്കും ഇല്ലേ. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ റൂൾ എന്താണ്? 2 വശങ്ങളും 2 ആംഗിൾസും അല്ലേ, 2 ആംഗിൾസും തുല്യമായിരിക്കും. ഓക്കെ, 2 വശങ്ങളും 2 ആംഗിൾസും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ത്രികോണമാണെങ്കിൽ അതിന്റെ റൂള് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു തിയറി പഠിച്ചിരുന്നു അല്ലേ. എന്താണ്? 2 വശങ്ങളുടെ നീളം എന്താണ്? മൂന്നാമത്തെ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം. ഓർമ്മയില്ലേ പഠിച്ചത്? അതായത് ഒരു ത്രികോണം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് വരയ്ക്കണമെങ്കിൽ അതിലുള്ള 2 വശങ്ങളുടെ നീളം എത്രയായിരിക്കണം? മൂന്നാമത്തെ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് വെച്ച് നോക്കിയേ. 2 വശങ്ങളുടെ നീളം മൂന്നാമത്തെ വശത്തിനേക്കാൾ നീളം കൂടുതലായിരിക്കണം. ഓക്കെ, 2 വശങ്ങളുടെ നീളം മൂന്നാമത്തെ വശത്തിനേക്കാളും നീളം കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് ഒരെണ്ണം 4ഉം ഒരെണ്ണം 8ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ വശം എത്രയായിരിക്കണം നോക്കിയേ. നമ്മൾ 4 എടുക്കുന്നതെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ 4 എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്നാ സംഭവിക്കും? 4 4 8 8 തുല്യവ. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ വശത്തിനേക്കാളും നീളം കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 എടുത്താൽ 4 4 8 8 തുല്യമായിട്ട് പോകും. അപ്പോൾ ആ ഒരു റൂള് സാറ്റിസ്ഫൈ ആകത്തില്ല. നേരെ മറിച്ച് ഇവിടെ 8 എടുത്ത് നോക്കി. 8 എടുത്താൽ എന്നാ സംഭവിക്കുന്നത്?
8 4 12, അപ്പം അത് 8-നേക്കാളും കൂടുതലാണ്. 8 8 16, അതും 4-നേക്കാളും കൂടുതലാണ്. അടുത്ത് നോക്കുവാണെങ്കിലും 8 4 12, ആ വലുതും 8-നേക്കാളും കൂടുതലാണ്. അപ്പോൾ എത്രയായിരിക്കണം രണ്ടാമത്തെ വശം എപ്പോഴും? 8 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ വശം വരേണ്ട നീളം എത്രയാണ്? 8 ആണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലേ? ചുറ്റളവ് വെച്ചാൽ എത്രയാണ്? ഇവിടെ 8, ഇവിടെ 4, ഇവിടെ 4. അങ്ങനെ വരുമ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എടുക്കണം. നമുക്കറിയാം 8 + 8 + 4 എത്രയാണ്? 8 8 16 4 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ് വരേണ്ടത്. കണ്ടോ? ഈ ഒരു റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ റൂൾ വെച്ചുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വേണം പോകാൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ വെച്ചാണ് എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര? നമ്മൾ ചുമ്മാ ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കി. നമുക്കറിയാം ഒരു സമവാക്യ ത്രികോണം അതിൻ്റെ 2 വശങ്ങളിൽ 2 ആംഗിൾസ് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിടത്ത് 4 ഒരിടത്ത് 8 കൊടുത്തു. പിന്നെ നമ്മൾ വരാനുള്ള സാധ്യത ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 8, അതിൽ ഏതാണെന്ന് നോക്കുവാണ്. 4 ആണെങ്കിൽ 2 വശങ്ങളുടെ നീളം 4 4 വെട്ടുവാണെങ്കിൽ ഈ റൂള് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. 4 4 8 8 8നോട് തുല്യമായിട്ട് പോകും. അതുകൊണ്ട് തന്നെ റൂള് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇനിയും 8 തന്നെ കൊടുക്കുവാണെങ്കിൽ 8 4 12, 8-നേക്കാളും കൂടുതൽ, 8 8 16, 8-നേക്കാളും കൂടുതൽ, 8 4 12, 8-നേക്കാളും കൂടുതൽ. അപ്പോൾ ഒബ്വിയസ്ലി വരേണ്ട വശം എത്രയായിരിക്കും? 8 തന്നെയായിരിക്കും വരേണ്ടത്. ഇനിയും ആ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് വെച്ചാൽ ചുറ്റിനുമുള്ള അളവാണ് ചുറ്റളവ്. അപ്പോൾ നോക്കി, ചുറ്റിനും 4 4, ഇവിടെ ഒരു 8, ഇവിടെ ഒരു 8, ഇവിടെ ഒരു 4. ഇപ്പോൾ 8 8 16 4 20 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ചുറ്റളവായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3x + 2 = 9x - 1 ആയാൽ എക്സിൻ്റെ വില എത്ര? എന്താണ്? 3x + 2 = 9x + 1 ആയാൽ എക്സിൻ്റെ വില എത്രയെന്ന് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. നമുക്കറിയാം എങ്ങനെ നമുക്ക് ചെയ്യാം. നോക്കി, ക്വസ്റ്റ്യൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നോക്കി, 3x + 2 = 9x - 1 ആയാൽ എക്സിൻ്റെ വില എത്ര? എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. നോക്കി, 3x + 2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ അല്ലേ, 3x + 2 = ഇനി 9നെ 3യുടെ പവറിൽ എഴുതാൻ പറ്റുമോ ഇല്ലയോ നോക്കണം. എങ്ങനെ നോക്കും? 9നെ എങ്ങനെ 3യുടെ പവറിൽ എഴുതാം? നമുക്കറിയാം 9 = എത്രയാണ്? 3യുടെ സ്ക്വയർ ആണ് അല്ലേ? 3യുടെ സ്ക്വയർ ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? നോക്കിയേ, 3യുടെ സ്ക്വയർ ഇൻറ്റു x - 1 അല്ലേ? 3യുടെ സ്ക്വയർ ഇൻറ്റു x - 1 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പം നമുക്കറിയാം ഇത് ഏത് ഫോർമുലയോട്ട് മാറ്റി? a⁻m ഇൻറ്റു a⁻n അല്ലേ? a⁻m ഇൻറ്റു ദി ഹോൾ പവർ n ഇല്ലെങ്കിൽ a⁻m ദി ഹോൾ പവർ n. കണ്ടോ, എമ്മിൻ്റെ സ്ഥാനത്ത് 2, എന്നിൻ്റെ സ്ഥാനത്ത് 1, ഒന്നിൻ്റെ സ്ഥാനത്ത് x - 1. അപ്പോൾ a⁻m ഇൻറ്റു n എന്ന് പറഞ്ഞാൽ a⁻mn ആണ്. അപ്പോൾ നമുക്കറിയാം a⁻m ദി ഹോൾ പവർ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? a⁻mn ആണ്. അപ്പോൾ ഒന്ന് മാറ്റി നോക്കി. a⁻m എന്ന് പറയുമ്പം 3x + 2 = ഇതിനെ a⁻mn എന്ന് പറഞ്ഞ രീതിയിൽ എഴുതണം. അപ്പോൾ എങ്ങനെ മാറും? 3 2 ഇൻറ്റു x - 1 അല്ലേ? 2 ഇൻറ്റു x - 1 എന്ന് പറഞ്ഞ് മാറും. അപ്പോൾ നോക്കി, 2 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x. അപ്പോൾ 3x + 2 = 3 2x - 1. ഇങ്ങനെ സിമ്പിളായിട്ട് മാറും. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം a⁻m = a⁻n ആയാൽ എന്തായിരിക്കും? m = n ആയിരിക്കും. നോക്കി, ഇത് ബേസ് 3 ആണ്. ഇവിടെ രണ്ടിടത്തും ബേസ് 3 ആണ്. അപ്പോൾ 3m = 3n ആയാൽ നമുക്ക് മനസ്സിലാവും m, അതായത് x + 2 ആരോട് ഈക്വൽ ആണ്? 2x - 1നോട് ഈക്വൽ ആണ്. അപ്പോൾ എന്നാ മനസ്സിലാവും? നമുക്ക് ഈ രണ്ടെണ്ണത്തിന് ഇക്വേറ്റ് ചെയ്താൽ മതി. ആരെ? x + 2 = 2x - 1നെ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി, ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ചെയ്ത് നോക്കി, നമുക്ക് മനസ്സിലാവും. ഓക്കെ, 3 2 × 3 1 2 a⁻m × a⁻n = a⁻m + n. ഓക്കെ, ഇവിടെ പവർ 2 അല്ലേ? ഇപ്പോൾ 2 ആണ് വരേണ്ടത്. ഓക്കെ, പവർ 2. ഓക്കെ, അപ്പോൾ രണ്ടിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കി. x + 2 = 2x - 2. ഇനിയും നമ്മുടെ കോൺസ്റ്റന്റ് എല്ലാം ഒരുമിച്ച് ചെയ്യുക.
അതുപോലെ തന്നെ വേരിയബിൾസിനെ ഒരുമിച്ച് കൊണ്ടുവരാം. നമുക്ക് 2നെ ഇപ്പുറം സൈഡിൽ കൊണ്ടുവരാം. ഇവിടെ 2 ഈ -2 ഈക്വൽ സൈൻ ഇപ്പുറം വരുമ്പോൾ +2 = ഇവിടെ ഒരു 2x ഉണ്ട്. ഈ +x ഈക്വൽ സൈൻ അപ്പുറം വരുമ്പോൾ -x. 2 + 2 എന്ന് വെച്ചാൽ 4 ആണ്. 2x ൽ നിന്ന് x പോയാൽ x ആണ്. അപ്പോൾ x-ന്റെ വാല്യൂ എത്രയാണ്? 4. കണ്ടുപിടിച്ചത്. നമ്മുടെ എക്സ്പോണൻസിലെ 2 റൂൾ നമ്മൾ അപ്ലൈ ചെയ്താണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്താണ്? 3x + 2 = 9x - 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. നമ്മൾ എന്ത് ചെയ്തു? ബേസ് ആയ 3യുടെ ടേമിൽ നമ്മൾ 9 എഴുതാൻ നോക്കി. നമുക്കറിയാം 3² ആണ് 9. അപ്പോൾ നമുക്ക് മനസ്സിലായി 3x + 2 = 3² x - 2 എന്ന് നമ്മൾ എഴുതി. കാരണം എന്താണ്? ഇത് പവറിന്റെ ടേംസിലായിട്ട് ഇവനെ നമ്മൾ -2 എന്ന് എഴുതി. അടുത്ത് നമ്മൾ എഴുതുമ്പോൾ എന്നാ വരും? 3x + 2 = 3 എന്താണ് 2 × x - 2. ഈ 2നെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വന്നതാണ് 2 × x - 2. ഇത് നമ്മൾ 3x + 2 = 2x എന്ന് പറഞ്ഞാൽ 2 × x 2x - 2. അപ്പോൾ നമുക്കറിയാം a⁻m = a⁻n ആണെങ്കിൽ m n-നോട് തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ 5⁻2 = 5⁻2 ആണെങ്കിൽ നമുക്കറിയാം അല്ലേ 2 25 തന്നെ വരണം. അപ്പോൾ നോക്കി ബേസ് വാല്യൂ സെയിം ആണ്. അപ്പോൾ നോക്കി m-ന്റെ n-ന്റെ വാല്യൂ സെയിം ആയിട്ട് വരും. അപ്പോൾ നമുക്കറിയാം ബേസ് വാല്യൂ സെയിം ആണെങ്കിൽ m n-നോട് ഈക്വൽ ആയിരിക്കും. പവറായിട്ട് എടുക്കാൻ രണ്ടുപേരും തുല്യമായിരിക്കും. പവറായിട്ടുള്ള ഒരെണ്ണം x + 2 രണ്ടാമത്തെ 2x - 2 ആണ്. അപ്പോൾ രണ്ടിനെ അടുത്ത് ഇക്വേറ്റ് ചെയ്യുക. x + 2 = 2x - 2. 3യുടെ പിന്നെ നമുക്ക് മറന്നതാണ്. കാരണം 3 ബേസ് വാല്യൂ സെയിം അല്ലേ. പിന്നെ അവനെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പവറിന്റെ വാല്യൂ മാത്രം മതി. അപ്പോൾ x + 2 = 2x - 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക, കോൺസ്റ്റന്റിനെ മാറ്റുക. ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ എത്രയൊക്കെ ഉണ്ട്? ഈ 2 ഉണ്ട്, ഈ -2 ഉണ്ട്. ഈ 2ഉം ഇപ്പുറമുള്ള -2 ഇപ്പുറം വരുമ്പോഴുള്ള +2ഉം ചേർത്ത് എന്തിനോട് തുല്യമാവും? ഈ 2x ഈ +x ഈക്വൽ സൈൻ അപ്പുറം ആവുമ്പോൾ -x ആവും. അപ്പോൾ 2 2 4 ആണ്. 2x ൽ നിന്നും x പോയാൽ എത്രയാണ്? x ആണ്. അപ്പം x-ന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഉത്തരം നമുക്ക് കിട്ടി. വളരെ എളുപ്പം കണ്ടുപിടിക്കാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കണം. നേരത്തെ നമ്മൾ ചെയ്ത റൂൾ എന്തായിരുന്നു? a⁻m × a⁻n = a⁻m + n. അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഷൻ സൈഡിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് a⁻m ^ n = a⁻mn. അതുപോലെ തന്നെ a⁻m = a⁻n ആണെങ്കിൽ m n ആയിരിക്കും. ആ 3 റൂൾ വെച്ചാണ് നമ്മൾ ഈ കിടന്ന കണക്ക് ചെയ്തു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിന്റെയും 13ാം പദത്തിന്റെയും തുക 40 ആയാൽ ആദ്യത്തെ 24 പദത്തിന്റെ തുക എത്ര? നമുക്കറിയാം ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 12ാം പദത്തിന്റെയും 13ാം പദത്തിന്റെയും തുക 40 ആയാൽ അതിലെ 24 പദത്തിന്റെ ആദ്യത്തെ 24 പദത്തിന്റെ തുക എത്ര കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എയും പൊതുവ്യത്യാസം ഡിയും ആയാൽ അതിലെ n-ാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? a + n - 1 × d അല്ലേ. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം = a + n - 1 × d. ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് 12ാം പദത്തിന്റെയും 14ാം പദത്തിന്റെയും അല്ലേ. 12ാം പദവും എത്രയാണ്? 13ാം പദവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 12ാം പദമാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? a + n - 1 × d. അതായത് n-ന്റെ സ്ഥാനത്ത് നമ്മൾ 12 കൊടുക്കണം. അപ്പോൾ a + n-ന്റെ സ്ഥാനത്ത് 12 കൊടുത്താൽ 12 - 1 × d = a + 12 ൽ നിന്ന് പോയാൽ 11 d. ഇനി 13ാം പദമാണെങ്കിൽ എങ്ങനെ വരും? a + n - 1 × d എന്ന് പറയുമ്പോൾ നമ്മുടെ n-ന്റെ സ്ഥാനത്ത് 13 കൊടുക്കണം. സോ a + 13 - 1 × d. അപ്പോൾ എങ്ങനെ വരും? a + 13 എന്ന് പോയാൽ 12 d. നമുക്ക് കിട്ടി 2 ടൈം അല്ലേ. a + 11 d + a + 12 d = നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 40 തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇതിലെ 12ാം പദം എത്രയാണ്? a + 11 d. 13ാം പദം എത്രയാണ്? a + 12 d. അതിന് രണ്ടിന് ഇക്വേറ്റ് ചെയ്യുക. a + 11 d + a + 12 d = 40. കാരണം ഇത് 12ാം പദത്തിന്റെയും ഇത് 13ാം പദത്തിന്റെയും തുകയാണ് നമുക്ക് തന്നിരിക്കുന്നത് 40. ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കി. a + ഇല്ലേ. a + എത്രയാണ്? 2a + 11 ഡിയുടെ 12 d കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്കറിയാം 11 ഡിയുടെ കൂടെ 12 d കൂട്ടിയാൽ 12 1 13 10 23 ഇല്ലേ. മൊത്തം 23 d = 40.
എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 2a + 23d = 40. ഇനിയും നമുക്ക് പഠിച്ച മറ്റൊരു ഇക്വേഷൻ ആണ് നമ്മുടെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക അല്ലേ. ആദ്യത്തെ n പദങ്ങളുടെ തുക എത്രയാണ്? നമുക്കറിയാം n/2 × 2a + n - 1 × d അല്ലേ. n - 1 × d n/2 × 2a + n - 1 × d. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഈ 2a + n - 1 × d എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്നത് 40 ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ 2a + 33d എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ നോക്കി ആദ്യത്തെ 24 പദങ്ങളുടെ തുകയാണ് വേണ്ടത് അല്ലേ. ആദ്യത്തെ 12 13 വെച്ചാൽ 24 പദങ്ങളുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാണ്? 24. അപ്പോൾ 24/2 × എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന 2a + 33d അല്ലേ വേണ്ടത്. 2a + 23 ഓക്കെ 2a + 23d 2a + 23d എത്രയാണ് വിളിക്കണം അല്ലേ. 2a + 23 എത്രയാണ് വിളിക്കണം. അപ്പോൾ നോക്കി 24/2 × 2a + 23 എത്രയാണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്? 40. സോ 24/2 × 40. 40 24 വെട്ടിക്കാൽ 20 കിട്ടും. ഇനിയും 24 × 2 ചെയ്യുക എത്ര കിട്ടും? 48 കിട്ടും അല്ലേ. ഒരു 0 കൂടി ചേർത്താൽ 480. അപ്പം ആകെയുള്ള സംഖ്യയുടെ തുക എത്രയാണ്? ആദ്യത്തെ 24 പദങ്ങളുടെ തുക എത്രയാണ്? 480 അല്ല. മനസ്സിലായോ ചെയ്യേണ്ട രീതി? നമ്മൾ പഠിച്ച ഇക്വേഷൻസിൽ നമ്മൾ ബൈക്ക് ഔട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് ചെയ്തതാണ്. ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക എത്രയാണ്? 40 ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? a + n - 1 × d. 12ാം പദമാണെങ്കിൽ a + 12 - 1 × d. കാരണം n-ന്റെ വാല്യൂ 12 കൊടുക്കുക. അപ്പോൾ 12 - 1 എന്ന് പറഞ്ഞാൽ 11 ആണ്. 11d. അപ്പോൾ a + 11d 12ാം പദത്തിന് കിട്ടി. ഇനി 13ാം പദത്തിന്റെ തുക കൂടി കൂട്ടിയാണ് 40 വാങ്ങിക്കുന്നത്. അപ്പോൾ 13ാമത്തെ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ a + n - 1 × d ആണ്. അപ്പം n-ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 13 കൊടുക്കണം. അപ്പം a + 13 - 1 × d എത്രയാണ്? a + 12d. നമുക്കറിയാം a + 11d-യും a + 12d-യും കൂട്ടിയാൽ 40 കിട്ടണം. കാരണം പറഞ്ഞിട്ടുണ്ട് 12ാം പദവും 13ാം തുകയും കൂട്ടിയാൽ നമുക്ക് തുക കിട്ടേണ്ടത് 40 ആണ്. അപ്പോൾ a + 11d-യും a + 12d-യും കൂട്ടിയാൽ 40 കിട്ടണം. ഇനി നോക്കി മൊത്തം എത്ര? a + n 2 + 11d-യുടെ കൂടെ 12d കൂട്ടിയാൽ 23d. അപ്പോൾ 2a + 23d = 40. ഇനി നമുക്കറിയാം ആദ്യത്തെ n പദങ്ങളുടെ തുക എത്രയാണ്? n/2 × 2a + n - 1 × d. ഇനിയും എത്ര പദങ്ങളുടെ തുകയാണ് വേണ്ടത്? നോക്കിയേ 24 പദങ്ങളുടെ തുക. അപ്പോൾ n-ന്റെ വാല്യൂ എത്രയാണ്? 24. അപ്പോൾ 24/2 × 2a + 23d ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 2a + 23d. കാരണം 2a + n - 1 × d നമ്മൾ കണ്ടുപിടിച്ച് വന്നതാണ്. എത്രയാണ്? 2a + 23d. അപ്പോൾ 2a + 23d വാല്യൂ നമുക്കുണ്ട് 40 അല്ലേ. 12ാമത്തെ പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുകയാണ് ഈ പറഞ്ഞ 2a + 23d. അതിൻ്റെ വാല്യൂ നമുക്കുണ്ട് 40. അപ്പോൾ 24/2 × 2a + 23d നമുക്ക് 40 കിട്ടി. 24/2 × 40 ചെയ്യുക. 40ഉം 2ഉം തമ്മിൽ വെട്ടിപ്പോയാൽ 40-നകത്ത് 2 20 കിട്ടും. പിന്നെ 24 × 2 ചെയ്യുക. 24 × 2 എത്രയാണ്? 48 ആണ്. കൂട്ടത്തിൽ 0 കൂടി ചേർക്കാം 480 ആണ് ആദ്യത്തെ പദങ്ങളുടെ തുകയായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? പഠിച്ച ഇക്വേഷൻസ് എല്ലാം കറക്റ്റാണ്. പക്ഷെ അപ്ലൈ ചെയ്യുന്ന രീതി ഇച്ചിരി ടെസ്റ്റ് ചെയ്താണ്. അതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ ആ രീതി നമ്മൾ പഠിച്ച രീതിയിലേക്ക് നമ്മൾ പുട്ട് ഓൺ ചെയ്യുവാണെങ്കിൽ പഠിച്ച അതേ രീതിയിലേക്ക് നമുക്ക് സ്റ്റെപ്പുകൾ കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 3⁻0 + 4⁻0 × 5⁻0യുടെ വില എത്ര? നമുക്കറിയാം എനി നമ്പർ ⁻0യുടെ വാല്യൂ എത്രയാണ്? ഓക്കെ, ഇവിടെ പറയാണ് 3⁻0 × 4⁻0 × 5⁻0യുടെ വാല്യൂ എത്ര അല്ലേ. വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വില എത്ര? നമുക്കറിയാം എനി നമ്പർ ⁻0 എത്രയാണ്? 1 ആണ്. അപ്പോൾ 100⁻0 ആണെങ്കിൽ 1 ആണ്. 1000⁻0 എന്ന് വെച്ചാലും 1 ആണ്. 101⁻0 എന്ന് വെച്ചാലും 1 ആണ്. 99⁻0 എന്ന് വെച്ചാൽ 1 ആണ്. 89⁻0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ എന്താണ്? എനി നമ്പർ ⁻0 എത്രയാണ്? 1 ആണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ നോക്കി 3⁻0 എത്രയാണ്? 1 ആണ്. 1 × 4⁻0 എത്രയാണ്?
1 ആണ്. സോ ഇതും 1 ഇൻറ്റു 5⁻0 എത്രയാണ് 1. അപ്പോൾ എത്ര വരും നമുക്ക് 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണ് 1 തന്നെ കിട്ടും. അപ്പോൾ എത്രയാണ് 3⁻0 ഇൻറ്റു 4⁻0 ഇൻറ്റു 5⁻0 എത്ര നമുക്ക് ആൻസർ കിട്ടും 1 ആണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏത്? വീണ്ടും എളുപ്പമുള്ളൊരു ചോദ്യം. നോക്കി, ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആയാൽ എത്രയാണ് സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെ 30% അതുപോലെ തന്നെ 75% തമ്മിലുള്ള വ്യത്യാസം ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. ആ വ്യത്യാസം എന്നല്ലേ? ഓക്കെ, തമ്മിലുള്ള വ്യത്യാസം ഇല്ലേ? വ്യത്യാസം എത്രയാണ്? നമ്മുടെ വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, നമുക്കറിയാം 30% 75% തമ്മിലുള്ള വ്യത്യാസം എത്രയാ വരേണ്ടത്? നോക്കിയേ, 30% മുതൽ 75% വ്യത്യാസം എത്രയായി? സംഖ്യകൾ തമ്മിൽ നോക്കി എത്രയാണ് വരേണ്ടത്? നമുക്ക് 75 നിന്ന് 30 കുറച്ചാൽ മതി. അത് നമ്മുടെ വ്യത്യാസം എന്ന് വെച്ചാൽ 9 നിന്ന് 5 വ്യത്യാസം എത്രയാണ്? 4 അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ 30% 75% അല്ലേ? 30% 75% വ്യത്യാസം എത്രയാണ്? നമുക്കറിയാം 75 30 കുറച്ചാൽ 45% കിട്ടും അല്ലേ? 45% വ്യത്യാസം കണ്ടുപിടിക്കേണ്ടത്. ആ വ്യത്യാസമാണ് തന്നിരിക്കുന്നത് എത്രയാണ്? 45% എത്ര തന്നിരിക്കുന്നത്? 1350 അല്ലേ? തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1350 ഉണ്ടോ? 30% 75% വ്യത്യാസം എത്രയാണ്? 1350 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം 45% ആണ്. ആ 45 നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ 1350 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ശതമാനം കണ്ടുപിടിച്ചാൽ പോരെ? നോക്കി, എന്നെ എടുക്കണം, ഇതിന്റെ 100% കണ്ടുപിടിക്കാൻ എടുക്കണം. ഓക്കെ, 100% കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ 100% കണ്ടുപിടിക്കാൻ എടുത്താൽ മതി. നമ്മുടെ 1350 ഗുണം 100 ഡിവൈഡ് ബൈ 45. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. നോക്കി, 30% 70% വ്യത്യാസം 45 ആണ്. 45% വ്യത്യാസം തന്നിട്ടുണ്ട് 1350. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് സംഖ്യയിൽ നിന്നാണ് 40% വന്നെന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പം കണ്ടുപിടിക്കേണ്ടതാണ്. 100% വെച്ചാൽ 1350 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 40% ഇൻറ്റു 100 ഡിവൈഡ് ബൈ 45. 1350 ഓക്കെ, 1350 ഗുണം 100 നമ്മൾ ചെയ്യുക. എത്ര കിട്ടും? 1350 ഗുണം 100. 1350 എഴുതുക, 2 0 കൊടുക്കുക. അപ്പോൾ 135 000 ഡിവൈഡ് ബൈ 45. ഇനി നമ്മൾ ഹരിച്ചു നോക്കണം. 135-നകത്ത് എത്ര വട്ടം 45 ഉണ്ടെന്ന് നോക്കി. 45 ഗുണം 3 ചെയ്ത് നോക്കി. I3 15 5 ഇഷ്ടം 3. സോറി, I3 15 5 ഇഷ്ടം 1. 4 3 12 1 13 135 കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? 3 വട്ടം അടക്കും അല്ലേ? 3 ഗുണം 45 ആണ് 135. അപ്പോൾ ആൻസർ എത്ര വരും? 3000. 3000 നമ്മുടെ സംഖ്യ. 3000-ന്റെ 45% 1350 നമുക്ക് വരേണ്ടത്. കിട്ടിയില്ലേ? എളുപ്പമല്ലേ? പാടല്ലോ. ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് വെച്ച ചോദ്യം. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം അല്ലേ? 3000-ന് 40% എത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പറയുവാണ് 30-ന്റെ അതുപോലെ തന്നെ 75% വ്യത്യാസം വരുന്നത് 1350 ആണെങ്കിൽ സംഖ്യ വ്യത്യാസം എത്രയാണ്? 30-75 വ്യത്യാസം 45 ആണ്. ആ 45% നമുക്ക് തന്നിരിക്കുന്നത് 1350. സോ അതിന്റെ 100% കണ്ടുപിടിക്കാണ്ട് 1350 ഗുണം 100 ഡിവൈഡ് ബൈ 45 ചെയ്താൽ മതി. അപ്പോൾ 1350 ഗുണം 100 എത്രയാണ്? 1,35,000 ആണ്. 1,135-നെ നമുക്ക് 45 കൊണ്ട് വെട്ടിയാൽ നമുക്ക് 3 വട്ടം അടങ്ങും. സോ 3 എഴുതുക, 3 0 കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും 3000. ഓക്കെ, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് വേണം നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 2 6 12 20 30 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? വളരെ എളുപ്പമാണ്. 2 6 12 20 30 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ. എന്താണ് തന്നിരിക്കുന്ന ശ്രേണി? ഏതാണ്? 2 ഓക്കെ 2 6 പിന്നെ ഏതാണ്? 2 6 2 6 12 20 30 അല്ലേ? 12 20 30 എന്ന ശ്രേണിയിലെ അടുത്ത പദമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കി, ഇവിടെ എങ്ങനെയാ വന്നത്? 2-ന്റെ കൂട്ടത്തിൽ 4 കൂട്ടിയാൽ ഇല്ലേ? 2-ന്റെ കൂട്ടത്തിൽ 4 കൂട്ടിയാൽ എത്ര കിട്ടും? 6 കിട്ടും. ഇനിയും
6ന്റെ കൂട്ടത്തിൽ 6 കൂട്ടിയാൽ എത്ര കിട്ടും? 12 കിട്ടും അല്ലേ? ഇനി 12ന്റെ കൂട്ടത്തിൽ 8 കൂട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും. 20ന്റെ കൂട്ടത്തിൽ 10 കൂട്ടിയാൽ എത്ര കിട്ടും? 30 കിട്ടും. അടുത്തത് 30ന്റെ കൂട്ടത്തിൽ എത്ര കൂട്ടണം? 12 കൂട്ടണം, നമുക്ക് കിട്ടും 42. അപ്പം നോക്കിയേ 4, 6, 8, 10, 12 എന്നിങ്ങനെയാണ് സീക്വൻസ് ഒക്കെ വരുന്ന സംഖ്യനെ നമ്മൾ 4, 6, 8, 10, 12 എന്ന് പറഞ്ഞാൽ സംഖ്യയിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ 30 + 12 എത്ര നമുക്ക് കിട്ടുന്നത്? 42. ഉത്തരം വരും 42 ആണ് ഉത്തരം വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ ചെയ്യാം. x raised to y is equal to 3 raised to 4 ആണ്. z raised to y raised to z is equal to 3 raised to 5 ആണെങ്കിൽ x raised to y raised to z എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, വളരെ എളുപ്പം നമ്മൾ സ്റ്റെപ്പ് വഴി കണ്ടുപിടിക്കാം. എന്താ വയ്ക്കുന്നത്? x raised to y എത്രയാണ് തന്നിട്ടുണ്ട്? 3 raised to 4 ആണ് തന്നിട്ടുണ്ട്. അടുത്തത് y raised to z എത്ര തന്നിട്ടുണ്ട്? 3 raised to 5 ആണ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് വേണ്ടത് x raised to y raised to z കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നിനോട് ഇതിനോട് ഒരു z രീതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും ഇല്ലേ? നമ്മൾ ഓൾറെഡി കടിച്ചതാണ്. അപ്പോൾ നമുക്ക് x raised to y 3 raised to 4 ആണ്, y raised to z 3 raised to 5 ആണ്. അങ്ങനെയാണെങ്കിൽ x raised to y raised to z കണ്ടുപിടിക്കാൻ എടുക്കണം 3 × 3. 3 × 3 എത്രയാണ്? 9 raised to 3 × 4 എത്രയാണ്? 4 3 12 raised to 4 raised to 5. 4 × 5 എത്രയാണ്? 4 20 ആണ്. ഇനി വേണമെങ്കിൽ ചെറുതാക്കാം. എത്രയാണ്? 9 12 20 അല്ലേ? വേണമെങ്കിൽ ചെറുതാക്കി വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ചെറുതാക്കണമെന്നില്ല. ഓപ്ഷനിൽ 9 raised to 12 raised to 20 ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 9 raised to 12 raised to 20 വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ഓർത്തിരിക്കണം, ഒരു സംഖ്യയുടെ റേസ് ടു ഇതും മറ്റൊരു സംഖ്യയുടെ റേസ് ടു ഇതുവാണെങ്കിൽ 3 സംഖ്യയുടെ റേസ് ടു കണ്ടുപിടിക്കാൻ എടുത്താൽ മതി. ഇങ്ങനെ z രീതി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. എന്നിട്ട് കാണിച്ചു തരാം. x raised to y യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 raised to 4. ഇനിയും y raised to z ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 raised to 5. നമുക്ക് വേണ്ടത് x is to y is to z കണ്ടുപിടിക്കണം. എന്നെ എടുത്താൽ മതി. 3നെ 3 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 എത്രയാണ്? 9 ആണ്. സോ 9 is to 3 × 4 എത്രയാണ്? 12 is to 4 × 5 20. ഇതാണ് നമ്മുടെ ആൻസർ വേണ്ടത്. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. ഇപ്പം x raised to y യുടെ വാല്യൂ x is to y യുടെ വാല്യൂ 5 is to 4 ആണ്. ആൻഡ് y is to z ന്റെ വാല്യൂ 2 is to 3 ആണ്. അങ്ങനെയാണെങ്കിൽ x is to y is to z ന്റെ വാല്യൂ ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ തന്നെ എഴുതുക. x is to y is equal to 5 is to 4. അടുത്തത് y is to z is equal to 2 is to 3. x raised to y is to z കണ്ടുപിടിക്കാൻ എടുക്കണം. ആദ്യം 5 × 2 എത്ര കിട്ടും? 10 is to അടുത്തത് 2 × 4 എത്രയാണ്? 8 is to 4 × 3 12. അപ്പം 10 is to 4 8 is to 12 ആണ് ഇതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പം ഈ രീതിയിലൂടെ വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എത്രയാണ്? x is to y is to z ന്റെ വാല്യൂ നമുക്കറിയാം 9 is to 12 is to 20. ഈ 3നെ ഈ 3 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3നെ ഈ 4നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഉത്തരം നമുക്ക് കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തതാണ്. 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എന്ത് ഉയരത്തിലാണ്? നമുക്കറിയാം നമ്മുടെ ഏണിയുടെ നീളം എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. അത് ഭിത്തിയിൽ നിന്നും 9 മീറ്റർ അകലെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഭിത്തിയാണ്, ഇത് നമ്മുടെ ഏണിയാണ്. ഈ ഭിത്തിയിൽ ചാരി നമ്മുടെ ഏണി വെച്ചിരിക്കുന്ന ഏണിയുടെ നീളം 15 മീറ്റർ ആണ്. ഈ ചുവട്ടിൽ നിന്നും ഏണി നമ്മുടെ ഭിത്തിയിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? 9 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്. 9 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉയരത്തിലാണ് കണ്ടുപിടിക്കണം? ഈ എച്ച് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഏണിയുടെ മുകളത്തിൽ നിന്നും എന്ത് ഉയരത്തിലാണ് കണ്ടുപിടിക്കണം. പിന്നെ ഇത് എന്ത് തിയറമാണ്? നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പൈതഗോറസ് തിയറം ഫോളോ അപ്പ് ചെയ്യും. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? ലംബം സ്ക്വയർ. ഇപ്പോൾ നോക്കി കർണം എത്രയാണ് ഇരിക്കുന്നത്? നമുക്കറിയാം കർണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്. 15ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദത്തിന്റെ സ്ക്വയർ നമുക്കറിയാം 9ന്റെ സ്ക്വയർ പ്ലസ് എച്ചിന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എത്രയാണ്?
നമുക്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് പോകാം. ഓക്കെ, എച്ചിൻ്റെ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? 15ൻ്റെ സ്ക്വയർ മൈനസ് 9ൻ്റെ സ്ക്വയർ വേണം. അപ്പം സ്ക്വയർ മാറ്റാനായിട്ട് റൂട്ട് എടുക്കണം. സോ എച്ച് ഈസിക്കൽ ടു റൂട്ട് ഓഫ് 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 മൈനസ് 9ൻ്റെ സ്ക്വയർ 81 അല്ലേ? 225 81 കുറച്ചാൽ 225 മൈനസ് 81, 5 1 4, 12 8 4 1 144 കിട്ടും ഇല്ലേ? റൂട്ട് 144. അപ്പോൾ നോക്കിയേ എന്തിൻ്റെ വാല്യൂ ആണ് 144 വരേണ്ടത്? എച്ച് ഈസിക്കൽ ടു 12 ഇല്ലേ? 12ൻ്റെ സ്ക്വയർ ആണ് 144. അപ്പോൾ ഇവിടെ വരുന്ന ഹൈറ്റ് എത്രയാണ്? 12. ഏത് തിയറം വെച്ചുകൊണ്ട്? നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് തിയറം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട്. കർണ സ്ക്വയർ ഈസിക്കൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. കർണ സ്ക്വയർ അറിയാം 15 ആണ്, പാദം സ്ക്വയർ അറിയാം 9 ആണ്. അങ്ങനെ ലംബം എച്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. സോ 15ൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു 9ൻ്റെ സ്ക്വയർ പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? എച്ചിൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു 15ൻ്റെ സ്ക്വയർ മൈനസ് 9ൻ്റെ സ്ക്വയർ. സ്ക്വയർ മാറ്റാൻ നമ്മൾ റൂട്ട് എടുക്കണം. സോ എച്ച് ഈസിക്കൽ ടു 15ൻ്റെ സ്ക്വയർ 225 ആണ്, 9ൻ്റെ സ്ക്വയർ 81 ആണ്. റൂട്ടിൻ്റെ അകത്ത് കയറ്റിയാൽ റൂട്ട് 225 81 കുറച്ചാൽ 144 കിട്ടും. ഏത് സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 144 നോക്കിയാൽ മതി. 12ൻ്റെ സ്ക്വയർ വാല്യൂ ആണ് 144. സോ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 12 ആണ് കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ ആൻസർ. സോ എച്ചിൻ്റെ വാല്യൂ 12. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരേണ്ടത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? അപ്പം മാത്സിന് കണക്കൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. ചെയ്ത് പഠിച്ച് ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് തവണ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? അത് ഒരുപാട് തവണ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ഡെയിലി ഇരുന്ന മാത്സ് നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്നും പറയുന്നതാണ്. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരുന്നതാണ്. എങ്കിൽ പോലും പഠിക്കാത്തവരുണ്ട്, പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മാത്സ് നമ്മൾ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്കതറിയാം എന്ന് പറഞ്ഞ് കോൺസെപ്റ്റിലേക്ക് പോയാൽ അവിടെ ചെന്ന് നമ്മളെ കുഴപ്പിക്കും. നമ്മൾ പഠിച്ചത് ഒന്നും ഇല്ലാതായി പോകുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇന്നത്തെ ഒരു 5-6 ക്വസ്റ്റ്യൻ ഉള്ളത് നമുക്ക് വൈകിട്ടത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാം കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. വൈകിട്ട് പിടിയും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം നോക്കുക കേട്ടോ. മാക്സിമം ഇരുന്ന് പഠിക്കാനായിട്ട് നോക്കുക. യെസ്.